കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ അപകട ഭീഷണിയുള്ള രണ്ടാമത്തെ ടവർ പൊളിക്കുന്നതിൽ തീരുമാനമായില്ല. സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോം തുറക്കാൻ വൈകും. തകർന്ന ടവറിന്റെ ഭാഗങ്ങൾ 2 ദിവസത്തിനകം മാറ്റുമെന്നും വിശദീകരണം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി PG അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ടായി എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തകർന്ന ടവറിന്റെ ഭാഗങ്ങൾ അടക്കം മാറ്റാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത്യന്തം ഗൗരവകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11:10 ഈ ക്ലോക്ക് ടവർ ഈ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്നു വീഴുന്നത്. അതിന് ഈ ക്ലോക്ക് ടവറുകൾക്ക് 137 വർഷം, ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ്. 1.5 നൂറ്റാണ്ടാവാൻ പോകുന്ന ഈ 2 ക്ലോക്ക് ടവറുകൾ നിർമ്മിച്ച് ഈ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ലോക്ക് ടവറുകൾ അപകട അവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് റെയിൽവേ നൽകിയിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ അത് ഈ പൊളിച്ചു മാറ്റുവാനുള്ള യാതൊരു നടപടിയും നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. സാധാരണക്കാരായ യാത്രക്കാരുടെ ജീവൻ വെച്ച്, അതുപോലെ തന്നെ റെയിൽവേയിലെ ജീവനക്കാരുടെയും ജീവൻ വെച്ചിട്ടുള്ള ഒരു ജീവൻ വെച്ച് പന്താടുന്ന ഒരു നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും ഈ അപകട അവസ്ഥയിലുള്ള 2ാമത്തെ ടവർ പൊളിക്കുന്നത് എന്നാണ് ഇത് പൊളിച്ചു മാറ്റുന്നതിൽ യാതൊരു തീരുമാനവും ഇതുവരെയും എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇത് കാരണം തുറക്കാനും വൈകുമെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തകർന്നു വീണിരിക്കുന്ന ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി 2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ ഈ പൂർണ്ണമായും മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മറുപടിയാണ് ഈ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മാനേജറുടെ റിപ്പോർട്ട് റെയിൽവേ ഉന്നതാധികാരികൾ തേടിയിരുന്നു. ആ റിപ്പോർട്ടും ഇപ്പോൾ വൈകുകയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഈ അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും, ഈ അപകടമുണ്ടായിട്ട് പോലും സേഫ്റ്റി സേഫ്റ്റി മാനേജറുടെ റിപ്പോർട്ട് ഇപ്പോഴും കാരണമില്ലാതെ വൈകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 2 ദിവസത്തിനകത്ത് ഈ തകർന്ന ടവറിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുമെന്നുള്ളത് തന്നെയാണ് വിശദീകരണം നൽകുന്നത്. എന്നാൽ അപകടാവസ്ഥയിൽ തുടരുന്ന 2ാമത്തെ ടവർ എന്ന് പൊളിച്ചു മാറ്റുന്നതിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല.